ബിഗ് ബോസ് ഹൗസിന്റെ അടുത്ത കണ്ടസ്റ്റന്റ് നമ്മുടെ സ്വന്തം യമുന റാണിയാണ്. എൻ്റെ ഒരു കോ ആക്ടർ ഒക്കെയാണ്. ഞങ്ങൾ ഒരുമിച്ച് സിനിമയിലൊക്കെ വർക്ക് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പം നമുക്ക് യമുന റാണീനെ സ്വാഗതം ചെയ്യാം. അതെ ലാലേട്ടാ, നമ്മള് ചതുരംഗം ചെയ്തത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. നമുക്ക് ഇനിയും സിനിമകൾ ചെയ്യാനായിട്ട് സാധിക്കട്ടെ. And I'm very excited to be I'm very excited to be coming in Boss Malayalam. Okay, thank you, ലാലേട്ടാ. ബിഗ് ബോസ് ഹൗസിന്റെ അടുത്ത കണ്ടസ്റ്റന്റ് ആനന്ദവല്ലി, കൗസല്യ ആൻഡ് ഇന്ദുമതി. ഇന്ദുമതിയുടെ മുടിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും ഭയങ്കര അഭിപ്രായമാ കേട്ടോ. അപ്പം ബിഗ് ബോസ് ഹൗസിൽ കേറിയാലും നമ്മള് എണ്ണയൊന്നും തരില്ല. അപ്പം എന്ത് ചെയ്യും? കാച്ചി എണ്ണയ്ക്കൊക്കെ അപ്പം എന്താ ചെയ്യാ? ഇവരിതെവിടെ പോയി? ഇനി അവര് ബിഗ് ബോസിലേക്ക് നേരെ കടന്നു ചെന്നാ? എന്തുട്ടാ ഇത്? അയ്യോ, ദേ യമുന റാണി, വാടി വാടി, ഓടി വാ ഓടി വാ ഓടി വാ, ദേ യമുന റാണി. അയ്യോ, യമുന റാണി എന്തായി കുടിക്കുന്നേ? അയ്യോ എന്റെ ചേച്ചി, ഇങ്ങനെ ഇങ്ങനെ പറയല്ലേ. അയ്യോ എന്റെ ചേച്ചി, കുറച്ച് മാന്യതയൊക്കെ കാണിക്ക്. ഇവിടെ എത്ര പേരുള്ളതാ ചേച്ചി. അല്ല, ചേച്ചി എന്താ ഇങ്ങനെ ജീൻസും ടോപ്പും ഒക്കെ ഇട്ടോണ്ട് വന്നേക്കുന്നേ? ചേച്ചിക്ക് എന്നെക്കാളും പ്രായമില്ലേ? ചേച്ചിമാര് നോക്കിക്കേ, ഞാനിപ്പോ എന്റെ മുടി വെട്ടി. ഇപ്പോഴത്തെ ഫാഷൻ ഇതാന്ന്. എങ്ങനെയുണ്ട്? അയ്യോ അയ്യോ, ഇവളെന്റെ ഹെയർ സ്റ്റൈല് കോപ്പി അടിച്ചേ. അല്ല, നിന്റെ തുണിയൊക്കെ എന്തിയേ? എന്റെ ചേച്ചി, അതൊന്നും അല്ല ഇപ്പൊ പ്രധാനം. വാ, നമുക്ക് യമുന റാണീനെ കാണാൻ പോകാം. വാ വാ, പോകാം പോകാം പോകാം. ബിഗ് ബോസ്, ഈ 3 പേര് എന്നെ മര്യാദയ്ക്ക് ഗെയിം ഒന്നും കളിക്കാണ്ട് എനിക്ക് ഫോക്കസ് കിട്ടുന്നില്ല ബിഗ് ബോസ്. ഞാനൊന്നുമില്ലെങ്കിലും ഒരു സ്റ്റാർ അല്ലേ? ഞാനൊന്നുമില്ല തെന്നിന്ത്യയിലും തമിഴകവും ഒക്കെ അറിയപ്പെടുന്ന ഒരു വലിയ സ്റ്റാർ അല്ലേ ബിഗ് ബോസ്? എനിക്കിവിടെ ഒട്ടും പ്രൈവസി ഇവര് തരുന്നില്ല. അത് മാത്രമല്ല ബിഗ് ബോസ്, ഈ പുറകെ ഇരിക്കുന്ന ആ കാട്ടുകോഴികളെ കണ്ടോ? ഇവന്മാര് ശരിയല്ല. ഇവന്മാരെ എത്രയും പെട്ടെന്ന് നിങ്ങൾ എവിക്റ്റ് ആക്കണം. പിന്നെ ബിഗ് ബോസ്, ഞാൻ ഇവിടെ വന്ന് 3 അഴകാണ് പൊമ്പുളേങ്ങളെ കണ്ടു. ബിഗ് ബോസിന് തമിഴ് അറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ മലയാളത്തിൽ പറയാട്ടോ. ഞാനിവിടെ 3 ചേച്ചിമാരെ കണ്ടു. അവരുമായിട്ട് ഇപ്പൊ ഭയങ്കര കമ്പനിയാണ്. മിക്കവാറും ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഒരുപാട് കാലം നിൽക്കുന്ന ഒരു ലോങ് ഫ്രണ്ട്ഷിപ്പ് ആയിട്ടാണ് എനിക്കിപ്പോ തോന്നുന്നത് ബിഗ് ബോസ്. എടാ നോക്കി യമുന റാണി ബിഗ് ബോസിനോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇനിയിപ്പൊ എന്നെ ഇഷ്ടാന്നല്ല ആണോടാ? എനിക്ക് നാണം വരുന്നു. എടാ, നീ ആ 3 ആന്റിമാരെ നോക്കിക്കടാ, അവര് ബിഗ് ബോസിൽ കളിക്കാൻ വന്നാടാ. എടാ, അങ്ങനെയൊന്നും പറയല്ലേടാ. എനിക്ക് ആ 3 ആന്റിമാരെ കാണുമ്പം, എനിക്ക് ഒരാളെ കാണുമ്പം എന്റെ ഉമ്മച്ചീനെ പോലെയും, വേറൊരാളെ കാണുമ്പോ നമ്മുടെ അമറിന്റെ അമ്മേനെ പോലെയാടാ തോന്നുന്നേ. അമ്മേനെയൊക്കെ മിസ് ചെയ്യുന്നടാ ഞാൻ.